എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിലെ വാക്കുകൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്ന എൻ്റെ പേജിലൂടെ ഞാൻ ഇതിനോടകം നിരവധി കഥകൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോഴ് ഒരു ഈജിപ്ഷ്യൻ കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനപ്രീതി പരീക്ഷിച്ച ദേവൻ, അതാണ് കഥയുടെ പേര്. എത്രയോ വർഷം മുമ്പ് ഈജിപ്തിൽ പ്രചാരത്തിലായ കഥ ഇന്ന് ലോകമെമ്പാടും അറിയുന്ന കഥ, പലപ്പോഴും പ്രസക്തമായ കഥയും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ജനപ്രീതി പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനപ്രീതിയുടെ പശ്ചാത്തലത്തിൽ അത് പാർട്ടിക്കകത്തും അതുപോലെ ജനങ്ങൾക്കിടയിലുമുള്ള ജനപ്രീതി ഓരോരുത്തർക്കും എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിച്ച് അറിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഈ കഥയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഈജിപ്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ദേവന്മാരുടെ കഥയുണ്ട്. ഒരുപാട് ദേവന്മാരുണ്ട്. മെർക്കുറി ദേവൻ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. മെർക്കുറി ദേവന് ഒരിക്കലും ഒരു പൂതി തോന്നി, ഇങ്ങനെ ദേവനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? തനിക്ക് എത്രമാത്രം ജനപിന്തുണയുണ്ട്, ജനങ്ങൾ തന്നെ എത്രമാത്രം മാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് നേരിട്ട് അറിയണം. അതിന് അദ്ദേഹം വേഷം മാറി ഒരു യാത്രക്കാരന്റെ വേഷത്തിൽ ഭൂമിയിലെത്തി. ഭൂമിയിലെ അദ്ദേഹം പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ഒടുവില് ഒരു ശില്പിയുടെ ആലയത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ശില്പിയുടെ വർക്ക്ഷോപ്പാണ് ആല. അപ്പൊ അദ്ദേഹം ശില്പിയുടെ ആലയിൽ പണിപ്പുരയിൽ കയറി. അപ്പൊ ഒരു കസ്റ്റമർ വന്ന സന്തോഷത്തില് ശില്പിയും കൂടെ കൂടി അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ശില്പങ്ങൾ ഓരോന്നായിട്ട് ശില്പി കാണിച്ചു കൊടുത്തു. യൂപ്പിറ്റർ ദേവന്റെ പ്രതിമയ്ക്ക് അടുത്ത് രണ്ടുപേരും കൂടി എത്തി. അപ്പൊ യാത്രികൻ ചോദിച്ചു, ഇതിന് നിങ്ങൾ എത്ര രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്? അപ്പൊ ശില്പി പറഞ്ഞു, ഒരു ട്രാക്മ എന്ന് പറയുന്നത് അവിടുത്തെ കറൻസിയാണ്. ആളുകൾക്ക് ജൂപ്പിറ്റർ ദേവനോട് വലിയ പ്രിയം കാണുന്നില്ല. എന്താണോ കാര്യം? ശില്പി കൂട്ടിച്ചേർത്തു. എന്നുവെച്ചാൽ ആ ശില്പം അധികം അങ്ങനെ വിൽക്കപ്പെടുന്നില്ല. അതിന്റെ സങ്കടമാണ് ശില്പി പങ്കുവെച്ചത്. മെർക്കുറി ദേവൻ നൂറി ചിരിച്ചു. പിന്നീട് ഒരു പ്രതിമയ്ക്ക് മുന്നിലെത്തി യാത്രികൻ ചോദിച്ചു, ഒരു സ്ത്രീയുടെ പ്രതിമയാണല്ലോ ഇത്, ഇതിനെന്താണ് വില? അപ്പൊ ശില്പി പറഞ്ഞു, ഇത് ജൂണോ ദേവിയുടെ പ്രതിമയാണ്. സുന്ദരികളുടേതാകുമ്പോൾ സ്വാഭാവികമായി വില അല്പം കൂടിയിരിക്കും. 2 ട്രാക്മ തന്നാൽ ധാരാളം മതിയാകും. യാത്രികന് ഒന്നും പ്രതികരിച്ചില്ല. വീണ്ടും പ്രതിമകൾക്കിടയിലൂടെ നീങ്ങി കുറച്ചുകൂടി ചെന്നപ്പോൾ സ്വന്തം പ്രതിമ ശില്പിയുടെ ശില്പശാലയിൽ ഇരിക്കുന്നത് കണ്ടു. താല്പര്യത്തോടുകൂടി അദ്ദേഹം തിരക്കി, ഈ പ്രതിമ അത്യന്തം മനോഹരമായിരിക്കുന്നു, ഇത് മെർക്കുറി ദേവന്റെ അല്ലേ? ശില്പി വളരെ നിസ്സംഗനായി പറഞ്ഞു, അതെ, ഇത് മെർക്കുറി ദേവന്റെയാണ്. അപ്പൊ യാത്രികൻ
ചോദിച്ചു, ദൈവങ്ങളുടെ സന്ദേശവാഹകനും ജനങ്ങൾക്ക് വ്യാപാര വിജയം നൽകുന്നവനുമാണല്ലോ മെർക്കുറി ദേവൻ. ആ നിലയ്ക്ക് വിലയേറുമായിരിക്കും. ഒന്നും അറിയാത്ത മട്ടിൽ യാത്രികൻ ഒരു ചോദ്യം പറഞ്ഞു. എന്നിട്ട് ശില്പിയുടെ മറുപടിക്ക് വേണ്ടി ചെവി കൂർപ്പിച്ചു. ശില്പി പറഞ്ഞു, അതാ ഇപ്പൊ നന്നായേ. എന്തുകൊണ്ട് നമുക്കൊരു വിലപേശലായിക്കൂടാ? മറ്റു രണ്ട് പ്രതിമകളും പറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ താങ്കൾക്ക് മെർക്കൂറി ദേവന്റെ ഈ പ്രതിമ സൗജന്യമായി തരാം. എങ്ങനെയെങ്കിലും ഒരു കച്ചവടം നടക്കണം. ശില്പിയുടെ മറുപടി കേട്ട് യാത്രികന്റെ മുഖം വിളർന്നത് ശില്പി കണ്ടില്ല. അപ്പൊ ജനപ്രീതി തനിക്ക് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പുറപ്പെട്ട മെർക്കുറി ദേവൻ അത് ശരിക്കും മനസ്സിലാക്കി ഇളിഭ്യനായി മടങ്ങി. എല്ലാവർക്കും താനാണ് വലിയ നേതാവ്, തന്നെ എല്ലാവരും അംഗീകരിക്കുമെന്നുള്ള സങ്കല്പമാണ് മനസ്സിൽ. ഈ കഥ അവർക്കൊരു പാഠമാകട്ടെ. ഒരാളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് അറിയുന്നത് ഉപകാരപ്രദമായിരിക്കും. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ അടുത്ത കഥയ്ക്കായിട്ട് കാത്തിരിക്കുക. നന്ദി.